Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് C# റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പോൾ C# ടെംപ്ലേറ്റ് നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഒരു MT കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ആവുന്ന ടെംപ്ലേറ്റ് എന്താണെന്നും അതിൽ പ്രീവിയസ് വേർഷൻസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്താണെന്നും ആ ചേഞ്ച് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോയിൽ പുതിയൊരു കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എടുക്കുന്നു. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു കൺസോൾ ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നത്. ഈ ഒരു കൺസോൾ ആപ്ലിക്കേഷന്റെ പ്രൊജക്ട് നെയിം കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഈ ഒരു സെക്കൻഡ് വിൻഡോയിൽ നമ്മൾ .NET ഫ്രെയിംവർക്ക് വേർഷൻ ചൂസ് ചെയ്യുന്ന ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഓപ്ഷൻ കൂടി കാണാനായിട്ട് സാധിക്കും. ഡു നോട്ട് യൂസ് ടോപ്പ് ലെവൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ ഒരു ഓപ്ഷൻ അൺചെക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എൻ്റെ സോഴ്സ് കോഡ് നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിലേക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നോർമലി കണ്ടുവന്നിട്ടുള്ള ഒരു ഡിഫോൾട്ട് സോഴ്സ് കോഡ് ആയിരിക്കില്ല ഈ ഒരു ലേറ്റസ്റ്റ് വേർഷനിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു MT കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു നെയിം സ്പേസ് ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തായിരിക്കും ഈ ഒരു console.writeLine എന്ന് പറയുന്നിട്ടുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഈ ഒരു കോഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഒരു 1 ലൈൻ ഓഫ് കോഡ് മാത്രമാണുള്ളത്. നമുക്കിപ്പോൾ പൈത്തൺ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് കിടക്കുന്നത്. കാരണം C# ഒക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ആകെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് നിങ്ങൾ എഴുതണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ക്ലാസ് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ നെയിം സ്പേസ് അറിയണം, മെത്തേഡ്, മെയിൻ കാര്യങ്ങൾ, അങ്ങനെ ഒരു ബേസിക് കാര്യങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് തന്നെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു പുതിയ ഫീച്ചർ C# 10 മുതൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന .NETന്റെ വേർഷൻ 6 ടെംപ്ലേറ്റ് മുതലാണ് ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഈ ഒരു ടെംപ്ലേറ്റ് ചേഞ്ചിന്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഈ ഒരു ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കോഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി പ്രിന്റ് ചെയ്യുന്ന ക്ലാസ് ഫയൽസ് ഒക്കെ വെച്ച് പ്രിന്റ് ചെയ്യുന്ന അതേ ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു കാര്യം റൺ ചെയ്തപ്പോൾ ഈ സെയിം ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു വിൻഡോയിൽ കിട്ടുന്നതാണ്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ചേഞ്ച് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് നിങ്ങൾ യൂസിങ് എന്ന് കാണുന്ന ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ യൂസിങ് എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്ക് സപ്പോസ് ആ ഒരു ഫീച്ചർ വേണം. ഇവിടെ ആക്ച്വലി ഞാനിപ്പോൾ ട്രഡീഷണലി കൊടുക്കുന്നത് പോലെ യൂസിങ് സിസ്റ്റം എന്ന് ഞാനവിടെ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് സാധാരണയിൽ കാണുന്നതിൽ വ്യത്യസ്തമായി ഇവിടെ ഒരു എറർ പോലെയാണ് കാണിക്കുന്നത്. അതായത് യൂസിങ് ഡയറക്റ്റീവ് ഈസ് അൺനെസസറി എന്നാണ് കാണിക്കുന്നത്. അപ്പം പണ്ടൊക്കെ എഴുതിയിരുന്ന കോഡിലാണെങ്കിൽ ഈ ഒരു കോഡ് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ബട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു യൂസിങ് ഡയറക്റ്റീവ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആണ്. അപ്പൊ അതിന് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് പ്രൊജക്ട് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഇവിടെ ഈ ഒരു ടാഗ് ഉണ്ട്, ഇംപ്ലിസിറ്റ് യൂസിങ് എന്ന് പറയുന്ന ടാഗ്. ഈ ഒരു കാര്യം ലേറ്റസ്റ്റ് ടെംപ്ലേറ്റ്സിൽ ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ ഡിസേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂസിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ കണ്ട ആ ഒരു എറർ നിങ്ങൾക്കില്ല. ഈ ഒരു പ്രോഗ്രാം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നേരത്തെ കിട്ടിയ അതേ ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു യൂസിങ് സിസ്റ്റം കളഞ്ഞാലും, ഈ ഒരു സെറ്റിംഗ്സ് മാറ്റിയതിന് ശേഷം യൂസിങ് എന്ന് പറയുന്ന ഒരു കാര്യം കളഞ്ഞാൽ നിങ്ങൾക്ക് ട്രഡീഷണലി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു എറർ മെസ്സേജ് കാണും. ബിക്കോസ് കൺസോൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള എറർ മെസ്സേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടെംപ്ലേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പഴയ ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ പഴയ സോഴ്സ് കോഡൊക്കെ കാണുവാണെങ്കിൽ
ഇതൊരു മേജർ ചേഞ്ച് ആണ്. നിങ്ങൾ നോർമലി കണ്ടുവന്നിട്ടുള്ള കോഡിൽ നിന്ന് വരുന്ന മേജർ ചേഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ നെറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചേഞ്ച് എന്താണെന്ന് ചേഞ്ച് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ചേഞ്ച് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ആക്ച്വലി കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ആണ് ഇമ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ആസ് എ യൂസർ നമുക്ക് വളരെ ഒരു മിനിമൽ കോഡ് മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ലേറ്റസ്റ്റ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇനിയൊരു സെക്കൻഡ് കാര്യം, നമ്മളിവിടെ ക്ലാസിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഈ ക്ലാസ് എന്തുകൊണ്ട് വന്നിട്ടില്ല, സ്റ്റിൽ ഈ ഒരു കോഡ് വർക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് വന്നിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റിൽ അങ്ങനെ ഒരു കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ബട്ട് നിങ്ങൾ ആ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ നമുക്ക് സോഴ്സ് കോഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് കോഡ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊജക്ട് ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്യാണ്. ഇതൊരു പുതിയ empty കൺസോൾ ആപ്ലിക്കേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു അപ്പോൾ അതിലെ പ്രധാന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡു നോട്ട് യൂസ് ടോപ്പ് ലെവൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ഓപ്ഷൻ. നമ്മൾ ചെക്ക്ഡ് ആയിട്ടായിരിക്കണം ഇത് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റില് സോഴ്സ് കോഡിൽ വരുന്ന വ്യത്യാസം നമുക്ക് ഈ ഒരു പ്രൊജക്ട് ക്രിയേഷന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കോഡ് നമ്മൾ ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഡ് ജനറേഷന് ശേഷം വരുന്ന കോഡ് ഇപ്പൊ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി കണ്ടുവന്നിരുന്ന നെയിം സ്പേസ്, ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടാണ് ഈ ഒരു കോഡ് ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്താലും നമ്മൾ നേരത്തെ കണ്ടുവന്നിട്ടുള്ള അതേ ഒരു ആക്ച്വലി പ്രാക്ടിക്കലി പറഞ്ഞാൽ ഇതൊരു ഔട്ട്ഡേറ്റഡ് ടെംപ്ലേറ്റ് ആണ്. ഇപ്പൊ ബൈ ഡിഫോൾട്ട് വിഷ്വൽ സ്റ്റുഡിയോ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കൺസോൾ ഡോട്ട് റൈറ്റ് ലൈനെ എടുത്തിട്ട് ഈ ഒരു ഫുൾ കോഡ് നിങ്ങൾ ഇവിടെ കളയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും യു ക്യാൻ സി ഈ ഒരു ഔട്ട്പുട്ട് ആക്ച്വലി നമുക്ക് നേരത്തെ കിട്ടിയ നമ്മുടെ ആദ്യത്തെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ എക്സാക്ട് ഔട്ട്പുട്ട് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇത്രയും ഈസിയാണ് ആക്ച്വലി നമ്മൾ ഒരു ബിഗിനർ ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ മിനിമൽ കോഡിൽ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ ഒരു കാര്യത്തിൽ മെയിൻ മെത്തേഡ് ഇല്ലാത്തതല്ല, ആക്ച്വലി കമ്പൈലർ ആണ് ആ ഒരു നമ്മൾ റൈറ്റ് ചെയ്യുന്ന കോഡ് മെയിൻ മെത്തേഡിനകത്ത് പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി കൂടി കമ്പൈലർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കോഡിൽ ആക്ച്വലി മെയിൻ മെത്തേഡും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും നമ്മൾ എഴുതേണ്ടതായിട്ട് ആവശ്യം ഇല്ലാത്തത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു ടെംപ്ലേറ്റിൽ വന്നിട്ടുള്ള മെയിൻ ചേഞ്ചസ്. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ സെറ്റിംഗ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പ്ലിസിറ്റ് യൂസിങ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് എനേബിൾ ആയി കാണുന്ന. അപ്പോൾ നിങ്ങൾ ഇനി .NET Core ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്താലും ഈ ഒരു കാര്യം .NET Coreന്റെ ടെംപ്ലേറ്റിലും ഈ ഒരു സെയിം കാര്യം ആപ്ലിക്കബിൾ ആണ്. മെയിൻ ഫയലിൽ ഇപ്പോൾ ആക്ച്വലി ഒരു ക്ലാസ് കാര്യങ്ങളും തന്നെ ബൈ ഡിഫോൾട്ട് ഇല്ല. ബട്ട് ആ ഒരു ട്രഡീഷണൽ രീതിയിൽ കോഡ് എഴുതണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. കാരണം നിങ്ങളൊരു എന്തെങ്കിലും ഒരു പഴയ വീഡിയോ അല്ലെങ്കിൽ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് വിഷ്വൽ സ്റ്റുഡിയോയിൽ കോഡ് ജനറേറ്റ് കാണുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഡാണ് ആയിരിക്കും കാണുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും.